ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ പതിവ് പോലെ ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ നിന്നാണ് കേട്ടോ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ സമയത്ത് ആലോചിക്കുകയായിരുന്നു കേട്ടോ, നമ്മളിപ്പോൾ എപ്പോഴൊന്നും ഇപ്പോൾ ലോങ് വീഡിയോ എടുക്കാറില്ലല്ലോ, എടുക്കുന്ന സമയത്തൊക്കെ ദോശയായിരിക്കും. അങ്ങനെയൊന്നല്ല കേട്ടോ, എല്ലാ കടികളും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് മദ്രസ ഉണ്ട് കേട്ടോ. ഇന്ന് മദ്രസ രാവിലെ 8 മണിക്കാണ് ഇവിടെ തുടങ്ങുന്നത്. രാവിലത്തെ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം കുട്ടികളെയൊക്കെ മദ്രസ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്. അപ്പോൾ വിട്ട് പോന്നപ്പോൾ ഞാൻ അങ്ങാടിയിൽ നിന്ന് കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ വാങ്ങി പോന്നാൽ പെട്ടെന്ന് പണിയൊരുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ളത് കണമീനാണ് കേട്ടോ. അപ്പോൾ അതാ ഒക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് തിരുമ്പി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മസാലകളൊക്കെ കൂട്ടി വെക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഇത് പൊരിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ പിന്നെ അടുപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ ഒന്ന് ചോറ് തിളപ്പിച്ചിട്ട് പിന്നെ റൈസ് കുക്കറിൽ അങ്ങനെ ഇറക്കി വെക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ചോറ് വെന്തിക്കണോ അല്ലേ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ നോക്കുമ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാനുണ്ട്. അതിന് ശേഷം ഇതാ കുട്ടികളെ കൊണ്ടുവരാനുള്ള സമയമായിട്ടോ. അപ്പോൾ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ മദ്രസയ്ക്ക് വിട്ടതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പോരുന്ന സമയത്ത് കുറച്ച് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, ഒന്ന് തോരും, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇന്നലെ മുതലേ അങ്ങനെ തന്നെയായിരുന്നു. മദ്രസ വിട്ട് വന്നപ്പോൾ ഇതാ മാള് മീനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ നേരത്തെ തന്നെ ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഒരുങ്ങിയതിന് ശേഷം ഇതാ ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഒന്ന് മുണ്ടൊക്കെ നമ്മത്തെ പെരേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ആളും കുട്ടിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ പെരേക്കൊക്കെ എത്തിക്കണം കേട്ടോ. ഇന്ന് പണിക്കാരാകെ 2 പേരേ ഉള്ളൂ. വൈറ്റ് വാഷിങ്ങൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ കുറച്ച് കറ്റർവാഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ വെള്ളം നിന്നിട്ടാണ് തോന്നുന്നുണ്ട്, അതൊക്കെ ചീഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവിടുന്ന് മാറ്റി വെക്കുകയും വേണം കേട്ടോ. പണിക്കാർക്ക് ചായ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചായയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ചായക്കുള്ള കടി ചിപ്സാണ് കേട്ടോ. ഇന്നിതാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ പെരൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. പുറകുവശമാണ് ഈ കാണുന്നത്. അപ്പോൾ കണ്ടോ, ആകെ പച്ചപ്പും പിന്നെ അതുപോലെ മലനിരകളും ഒക്കെ കാണുന്നുണ്ട് അല്ലേ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഇവിടെ നിന്നിങ്ങനെ നോക്കി നിന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കൂട്ടോ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണിത്. ഞങ്ങൾ പെരയിൽ നിന്ന് ഒരു 4:30 ആയപ്പത്തിന് പോന്നു കേട്ടോ. പോരുന്ന സമയത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു. ചെറിയ കുട്ടിയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് പോന്നു. വന്നതിന് ശേഷം ഇതാ ഞാൻ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായ കുടി കഴിഞ്ഞതിന് ശേഷം ഇതാ ഞങ്ങളൊക്കെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികളെപ്പോഴും പറയും നമുക്ക് ഇതിലേക്കൊന്ന് പോയി നോക്കല്ലേ ചോദിക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അതിന് ശേഷം ഇതാ മാൾക്ക് സ്കൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രൗണ്ടിലേക്ക് സ്കൂട്ടി കൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇവിടെയാണ് കേട്ടോ ഓട്ടി പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.